ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകി ജീവനസ്മരണം ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് जय जय श्री राधेश्याम.
രാധേശ്യാമി. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട്, കാരുണ്യം കൊണ്ട്, ഭക്തവാത്സല്യം കൊണ്ട് നമുക്ക് കർക്കിടകം 4-ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളെ കൊണ്ട് നമ്മൾ ബാലകാന്ഡം വായിച്ച് സമർപ്പിച്ചു. ഇന്ന് അയോധ്യാകാന്ഡം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. എല്ലാം വേണ്ടതുപോലെ പാരായണം ചെയ്യാനും അത് നമുക്കെല്ലാവർക്കും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും സാധിക്കട്ടെ. യാതൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ കണ്ട് എല്ലാം വേണ്ടതുപോലെ ആവാൻ സാധിക്കട്ടെ. പിന്നെ പറയാനുള്ളൊരു കാര്യം മറന്നു പോകുന്നിടയിൽ, അതുകൊണ്ടാണ് നമ്മുടെ ഉഷച്ചേച്ചിയുടെ ആ മോന് പൊന്നൂസ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവന് വയ്യ, ആശുപത്രിയിലാണ്, ശാന്തിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണം. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാ സമർപ്പണവും അവൻ വേഗം മാറിയിട്ട് വീട്ടിലെത്താനായിട്ടുള്ള പ്രാർത്ഥനയും കൂടി ആവാം. അപ്പോൾ ഒരുപാട് ഇന്നത്തെ വയ്യായ വന്നിട്ട് ഹോസ്പിറ്റലിലാണ് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഈശ്വരനോട് അടുത്ത് നിന്ന് ഇത്രയും ഒരു ഭക്തിഭാവമുള്ളൊരു മോന് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ അവനെ ഓരോ അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെ ഭഗവാൻ തീർക്കണത് തന്നെയാവാം. അതിനൊക്കെ ആ മനക്കരുത്തോടു കൂടി നേരിട്ട് കൊണ്ട് നാമം ജപിച്ചു കൊണ്ടിരിക്കാനും ഈശ്വരനോട് കൂടുതൽ അടുക്കാനൊക്കെ അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീ ഗുരുവായൂരപ്പ. പിന്നെ അതിനിടയ്ക്ക് ഇതൊക്കെ ആദ്യമേ പറയണതെന്ന് വെച്ചാൽ വിട്ടുപോണ കാര്യങ്ങളാണ്. നമ്മളൊരിക്കൽ ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ അമ്പലത്തിന് പ്രദക്ഷിണ വഴി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി. ഇനി കയ്യിൽ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ തുടങ്ങാം എന്നുള്ള ഒരവസ്ഥയിലാണ്. പക്ഷേ ഇവിടുത്തെ തേവരുടെ അനുഗ്രഹം എന്ന് വെച്ചാൽ തേവര് ലക്ഷ്മി സമേതനായിട്ട് പരിപൂർണതമനായിട്ടിരിക്കുന്ന തേവര് അതിന് പെട്ടെന്ന് തന്നെ വഴി കാണും. അപ്പം നമ്മുടെയൊക്കെ ചെറിയൊരു സമർപ്പണം എന്തായാലും അതിന് അത്യാവശ്യം തന്നെയാണ്. നമ്മളാൽ കഴിയുന്നൊരു സമർപ്പണം 4-5 ലക്ഷം രൂപയുടെ അടുത്ത് വരും എന്നാണ് പറയണത്. അപ്പോൾ അന്നാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നത് പോലെ എന്തെങ്കിലും ഒരു സമർപ്പണം അതിന് ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സമർപ്പണമായിട്ട് തീരട്ടെ. പേരോ കാര്യങ്ങളോ ഒന്നുമല്ല, നമുക്ക് ഭഗവാന്റെ പ്രേമസമർപ്പണം ആയിട്ട് തീരട്ടെ. കാരണം ഇപ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാം, വയസ്സായ അമ്മമാർക്കൊക്കെ ഇതിൽ നടക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് അവർ നടക്കുമ്പോൾ പ്രദക്ഷിണം വയ്ക്കാനൊക്കെ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളിലും പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. എല്ലാ ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാത്തിലും നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിലേക്കെങ്കിലും നമുക്ക് അത് സാധിച്ചു എന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് വേണ്ടതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും അതിനായിട്ട് കരുതി വയ്ക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും അവരവർക്ക് കഴിയുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ സമർപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം എല്ലാ തവണയും ചെയ്യണ പോലെ അത് എല്ലാ തവണയും ചെയ്യുമ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്കടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേരെടുക്കാനാണെന്ന് കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ ധാരാളം തെറ്റിദ്ധാരണ സപ്താഹ സമയത്തൊന്നും അങ്ങനെയല്ല ഉദ്ദേശിക്കണേന്ന് ഒന്നുകൂടെ പറയട്ടെ. കാരണം നമ്മളിൽ പലർക്കും ചിലവർക്ക് 1000 രൂപ തരാൻ സാധ്യതയുണ്ടാവും, ചിലർക്ക് 5000 രൂപ തരാൻ സാധ്യതയുണ്ടാവും, ചിലർക്ക് 50 രൂപയെ തരാൻ സാധിക്കുള്ളൂ, ചിലർക്ക് 10 രൂപയെ തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് 10 രൂപയായിട്ട് ഞാൻ എങ്ങനെ കൊടുക്കും ഈശ്വര, അങ്ങനെ ഒരു സങ്കടമാണ്. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മയിലെ ഒരു കാര്യം വച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ഇന്ന ആൾ എത്ര സമർപ്പിച്ചു എന്നുള്ളത് അതിൽ കാണില്ല. നമ്മളുടെ എല്ലാവരുടെയും കൂടിയിട്ട് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ പറ്റുന്നത് പോലെ ഓരോരുത്തർ സമർപ്പിച്ചാലും എല്ലാവരും ഒരുപോലെ തന്നെ അതിൽ ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ 5000 രൂപ സമർപ്പിക്കണേ, അതിപ്പോൾ മറ്റുള്ളവർ അറിയാണ്ട് പോയാലോ എന്നുണ്ടെങ്കിൽ
അത് നേരിട്ട് കൊടുക്കാം. 5000 രൂപ ഞാൻ സമർപ്പിച്ചു എന്ന് ഭഗവാനറിയാം. അല്ല, ഇനിയിപ്പം മറ്റുള്ളവരും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു കൂട്ടായ്മയിലൂടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ സാധിക്കട്ടെ. പിന്നെ നമ്മളുടെ പ്രേമപുഷ്പാഞ്ജലിയിൽ ഇവിടെ ഇരിക്കണവരല്ലാതെ കണ്ട് ധാരാളം പേര് സപ്താഹത്തിനൊക്കെ നമ്മൾ നന്നായിട്ട് സപ്താഹം നടക്കാനായിട്ട് പ്രധാന ഒരു കാരണം നമ്മുടെ പ്രേമപുഷ്പാഞ്ജലി കൂട്ടായ്മ തന്നെയാണ്. ആ തേവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവർ ധാരാളം പേര് കഴിഞ്ഞ തവണ സപ്താഹത്തിന് ഒരുപാട് പേര് നമുക്ക് അതുപോലെ സമർപ്പണം ചെയ്തവരുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ഒന്നും പേരൊന്നും വേണ്ട, ഞങ്ങൾക്ക് രസീതൊന്നും വേണ്ട, അമ്മ ആ കൂട്ടായ്മയിൽ സമർപ്പിച്ചോളൂ, ഞാൻ പറഞ്ഞു സമർപ്പിച്ചവരുടെ കാര്യങ്ങൾ പറയണ്ട തേവർക്ക് അറിയാലോ, അത് മതി എന്ന് പറഞ്ഞ് സമർപ്പിച്ച ധാരാളം പേരുണ്ട്. ഏകദേശം ഒരു 50,000 60,000 രൂപയോളം നമുക്ക് സപ്താഹത്തിനായിട്ട് നമ്മളുടെ പ്രേമപുഷ്പ അത് കാരണം കൊണ്ടാണ് ഒരു ദിവസത്തെ പൂജയൊക്കെ നമുക്ക്, അതായത് ഒരു അവതാര ദിവസത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ സാധിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സമർപ്പിക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്നിലോ എൻ്റെ അടുത്ത് നേരിട്ട് സമർപ്പിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ വച്ചേക്കണേൻ്റെ അവിടെ ആ ഒരു വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 10 രൂപയാണ് ഇട്ടേ. ഇത് അമ്പലത്തിലുള്ളവർ മാത്രമേ അത് അറിയാൻ പോകുന്നുള്ളൂ, ബാക്കി ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം. അതിലൂടെയും പൈസ ആ ഒരു അമ്പലത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. QR കോഡ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരുടെയും സമർപ്പണത്തിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ഉത്സവമാകുമ്പോഴേക്കും നടപ്പാതെയൊക്കെ വരണം എന്നാണ് എല്ലാവരുടെയും. അപ്പോൾ ആ സപ്താഹമൊക്കെ വരുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ നടപ്പാതെ ഉണ്ടാവണം എന്നാണ് ഒരാഗ്രഹം. അത് വേണ്ടതുപോലെയൊക്കെ ആവാനായിട്ട് ആരൊക്കെയാണോ ഭഗവാൻ നിയോഗിച്ചത് അവരൊക്കെ എന്തായാലും ഇതിലെത്തിച്ചേരും, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒരു ഈശ്വര പൂജ പോലെ ഭഗവാന് ചെയ്യുന്നൊരു സേവ പോലെയാണ് ഞാനിതെല്ലാം ഇവിടെ പറയണത്. അല്ലാണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം എന്ന് പറയാൻ എനിക്കൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല. നമ്മളുടെ മുല്ലോർലി തേവരുടെ ആ ഒരു ഈ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ക്ഷേത്രം ഗുരുവായൂർ അമ്പലം പോലെ അത് പറഞ്ഞു. അന്ന് പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ചൈതന്യം ഗുരുവായൂർ ചൈതന്യത്തിന് ഒട്ടും കുറവല്ല, അതേ പരിപൂർണതമ ചൈതന്യമാണെന്ന്. അപ്പോൾ അതുപോലെ നമ്മളുടെ ക്ഷേത്രവും അങ്ങനെയായിട്ട് തീരട്ടെ. ധാരാളം സപ്താഹങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഗുരുവായൂരൊക്കെ എല്ലാ മാസവും സപ്താഹമൊക്കെ നടക്കുന്നുണ്ട്, അതിനുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴാണ് നാടിനൊക്കെ ഗ്രാമത്തിനൊക്കെ വേണ്ടതുപോലെയുള്ള നമ്മുടെ ഗ്രാമത്തിൻ്റെ പൊതുവെ എല്ലാവർക്കും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങൾ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കണവർക്കായാലും പങ്കെടുക്കാത്തവർക്കൊക്കെ ആയാലും ക്ഷേത്രത്തിൽ ഈ വക സത്സംഗങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിച്ചു കഴിഞ്ഞാൽ പ്രകാശം അല്ലാതെ കിടക്കും ഒരുപോലെ പടർന്നത് പോലെ എല്ലാവർക്കും അത് അനുഭവമായിട്ട് തീരും. അവർക്ക് തിരിച്ചറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അത് ഒരുപോലെയാണ്. അപ്പം നമ്മുടെ ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ നാടും വീടും കാത്തു രക്ഷിക്കണേ ഭഗവാനെ എന്നാണല്ലോ ആദ്യം നാടിനെ പറഞ്ഞിട്ടാണ് നമ്മൾ വീടിനെ പറയുക. അപ്പം നമ്മുടെ നാടും വീടും ഒക്കെ നാട്ടിൽ എല്ലാവർക്കും നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം കൂടുന്തോറും അവിടെയുള്ളവർക്കൊക്കെ നന്മ കൂടി വരുന്ന പറയാം. സാധിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാന്റെ മുല്ലോർലി തേവരോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ. എന്താണോ ഉള്ളത് അതുകൂടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം,
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇവിടെ രണ്ട് മൂന്ന് രാമായണ പുസ്തകങ്ങളും കൂടി ഉണ്ട്. ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അവിടെ വീട്ടിൽ 2-3 രാമായണം കൂടി ഇരിക്കുന്നുണ്ട്. ഹരിശ്രീ അയോധ്യാകാന്ഡം ആരംഭിക്കുകയാണ്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. താർമകൾ കൺപുള്ള തത്തേ വരീകടോ താമസാശീലാമകറ്റേണമാശു നീ. രാമദേവഞ്ചരീതാമതാമിന്നിയും മാമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിഞ്ചുരുക്കി ഞാൻ ചൊല്ലുവൻ ഭംഗമെല്ലാം അകലും പല ജാതിയും. സങ്കടാമേതും വരികയുമില്ലല്ലോ പങ്കജാനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുക്കു. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രി അംബാമിനി തന്നോടും വന്നിതീരേറ്റൊരു പൗരാജനത്തോടും ചെന്നു മഹാരാജധാനീയകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കേൾക്കയാൽ. രുദ്രൻ പരാമേശ്വരൻ ജഗദീശ്വരൻ ഗദ്രുസുതാഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ
രുദ്രാണിയാകിയ ദേവിക്ക് ഉടൻ രാമഭദ്ര കഥാമൃതാസാരം കൊടുത്തപ്പോൾ വിദ്രുമാതുല്യധാരിയായ ഗൗരിയാമദ്രീസുതയുമാനന്ദ വിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവാമരുൾ ചെയ്തു. നാരായണൻ നളീനായതാലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദാസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാധേ നളിനാചര ഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദ വിദ്യാത്മകൻ നാമ സഹസ്രവൻ നാളീക രമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമാഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രിയൻ പുമാൻ ഭക്താജനത്തോടു ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ വ്യക്തൻ അവ്യക്തനനന്ദനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ജലേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിതങ്ങൾ നക്തൻ ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമാ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥാനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ദേവി പറയണു, അതായത് ഭഗവാന്റെ ആ കഥകൾ കേൾക്കുക എന്ന് വെച്ചാൽ എത്ര കേട്ടാലും മതിയാവണില്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ കഥ കേട്ടാൽ മതി എനിക്ക്, എന്നാലും തൃപ്തി വരില്ല. എനിക്ക് മുക്തി ആവശ്യമില്ല, മുക്തിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയണം. മുക്തി വേണമെന്ന് ആഗ്രഹമില്ല. എന്തേ വേണ്ടു? വേറെ ഒന്നും ആഗ്രഹിക്കാണ്ട് ഈശ്വര കഥകൾ കേട്ടുകൊണ്ട് ആ കഥകൾ കേട്ട് ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുക, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ എന്നതാ ഇവിടെ ഭഗവതി പറയണു. അപ്പോൾ ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിലും അങ്ങനെ ആനന്ദിക്കാൻ സാധിക്കണം. എത്ര കേട്ടാലും മതി വരാതെ ഇനിയും ഇനിയും ഭഗവത് കഥകൾ കേൾക്കണം എന്നുള്ളൊരു കൊതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടാവണം. എങ്കിലൊരു ദിനം ദാശരഥീരാമൻ പങ്കജാലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുകൻ രാഘവൻ നാശനാവന്തിതൻ കേശവൻ അങ്കജാലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലാഗാത്രിയം ജാനകി തന്നടും നിലോൽപലാതള ശ്യാമള വിഗ്രഹൻ നിലോൽപലൻ നിരൂപമൻ നിർമ്മലൻ നീലാകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതാഗാത്രനായി രക്തസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ജാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ ദീ കോമളൻ ബാലനിശാകര ബാലദേശേല സന്മാലേയ പങ്കമലങ്കരിച്ചങ്ങിനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭാഗന്ധരൻ പ്രാലേയ ഭാനു സമാനനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരതീവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനൻ മുഗ്ധാശരചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധ സ്ഫടിക സംകാശ ശരീരനായി സത്വരാമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദാസനാജമനീയാർഘ്യപൂർവകം മധ്യേന പൂജിതനായൊരു നാരദൻ
തന്നിയോഗത്തിലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സംപ്രദം നാനാവിഷായ സംഘം പുണ്ടുമേവിനാ മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതീ ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്ടരീകോത്ഭവാപുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനാരെന്നോടു ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പതീനെല്ലാമേ ഇഥമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനായികിയ നാരദനും ഭക്തവത്സലനം മനോവീരനെ നോക്കി സരസാമരുൾ ചെയ്തു ജാനകീ ജീവനസ്മരണം. ഭഗവാന്റെ അടുത്തേക്ക് നാരദ മഹർഷി ചെന്നപ്പോൾ സാക്ഷാൽ ഈശ്വരനാണ് ശ്രീരാമചന്ദ്ര പ്രഭു. മഹാത്മാക്കൾ പറയും ശ്രീകൃഷ്ണ ഭഗവാനെ ലീലകളെ ആസ്വദിക്കുക, ശ്രീരാമചന്ദ്രൻ്റെ പ്രവർത്തികളെ നമ്മൾ ആചരിക്കുക എന്ന് പറയും. ശ്രീരാമൻ നമുക്ക് ആചരിക്കാനായിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മഹാത്മാക്കളായിട്ട് വരുമ്പോൾ അവരെ ഇതാ നമസ്കരിച്ച് വേണ്ടത് വിധത്തിൽ പൂജിച്ചിട്ട് അല്ലേ. ഭഗവാൻ ശരിക്കും നോക്കുകയാണെങ്കിൽ നാരദരെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിലേക്ക് നമ്മളുടെയൊക്കെ ഗൃഹസ്ഥനായിട്ടിരിക്കുന്നവരുടെ വീട്ടിലേക്ക് മഹാത്മാക്കൾ ആരെങ്കിലും വന്നാൽ നമ്മൾ എങ്ങനെ വേണം എന്നുള്ളതാണ്. അവരൊക്കെ കാല് കഴിച്ച് ഇതാ പൂജിച്ച് കൊണ്ടുവന്നിരുത്തി അവർക്ക് വേണ്ട ആഹാരങ്ങൾ ഇതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളത് ആ വിധിപൂർവകം ശ്രീരാമചന്ദ്രപ്രഭു ഇവിടെ കാണിച്ചു തരുന്നു. അതിഥി ദേവോ ഭവ എന്നുള്ളൊരു ഭാവത്തിൽ കൂടി പൂജിച്ച് ഇവിടെ ചോദിക്കുന്നു, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്, അങ്ങക്ക് എന്താ വേണ്ടത്, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങേ പോലുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് സാധിക്കും, എനിക്കതിനുള്ള കഴിവില്ലെങ്കിലും അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നെല്ലാം പറഞ്ഞ് വിധിയാം വണ്ണം നമസ്കരിക്കുന്നു. അപ്പോൾ അതാ നാരദ മഹർഷി പറയണു, എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരിയായുള്ളതീ ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘൂപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു നിത്യമത്രേ സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാഭഗവതി സർവജഗത്പിതാവാകിയ നിന്നുടെ ദിവ്യാഗൃഹിണിയാകുന്നതു നിർണയം. ശ്രീരാമചന്ദ്രപ്രഭു എന്താ പറഞ്ഞു, ഞാൻ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ പറയണു, അങ്ങ് പറഞ്ഞത് ഒരു തരത്തിലല്ലെങ്കിൽ ഒരു പറയേണ്ടത് എന്താ, അങ്ങ് ലൗകിക കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാലും അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം എന്താ, ഈ സർവജഗത്തിനും കാരണഭൂതനായിട്ട് ഇരിക്കുന്ന അങ്ങ് ലോകമാതാവായിട്ടുള്ള മായാഭഗവതി, അങ്ങ് അച്ഛനും മായാഭഗവതി അമ്മയാണ് ഈ സർവ്വലോകങ്ങൾക്കും. അപ്പോൾ നിത്യമായിട്ട് ഈ ലോകത്തിൻ്റെ അച്ഛനമ്മമാരായിട്ട് വാഴുന്ന അങ്ങ് നിത്യഗൃഹിണിയാണ് എന്ന് പറയണത് സത്യം തന്നെയാണ്. ഈ 7 ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവാനാദിത്യ ആദി തൃണാന്തമായൊന്നൊഴികെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നധീപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ.
ശുക്ലരക്താസിതാവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ദ്വയോക്തം അതീനില്ല സംശയം. പുത്രമിത്ര കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതു ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതീകരണം നീ രോഹിണി ജാനകി ആതിഥേയാധിപന്നീശജീ ജാനകി ജാതവേദസ്സു നീ സ്വഹാമഹീസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി മോക്ഷ രക്ഷോവരൻ ഭവാൻ രാമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാ ജാനകി രാജാപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സുദ്രുമം നീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യാപരാക്രമ സദ്ഗുണവാരിതേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവഭൂമേവ നീ ചേതോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയം നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ന്യൂനമവാക്യാകൃതമായതും പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗാവതിങ്കൽ നിന്നുർവീപതേ പുനാരുണ്ടായി ചമഞ്ഞതും എന്നാദഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയാജാല സംയുക്തനായനല്ലോ ജന്മാമൃതി സുഖാദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ബാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂന്യനമ്പരൻ ത്വദ്വിയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനം പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്കളീയാകുന്നതൊക്കവേ ഒക്കെയാർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവൻ നിർണയം നാരായണ നരാകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മതാനെന്നറിയുമ്പോൾ തീരും ഭയ മൃത്യു ദുഃഖാദികൾ തൽക്കഥാ നാമശ്രവണാദികൾ കൊണ്ടും ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തത്വബോധവും മനക്കാമ്പിയിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം. ആ മഹത്വം രാമദേവൻ്റെ സാക്ഷാൽ ആ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമനായിട്ട്, ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് ശ്രീരാമനായിട്ട് ആ സീതാസമേതം നമ്മളുടെ മുമ്പിൽ വന്നത്. ആ പരിപൂർണതമനായിട്ടുള്ള പരിപൂർണതമമായിട്ടുള്ള ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം അത് പറയാണ് ഈ സർവപ്രപഞ്ചത്തിലും ഏതേത് ഭാവത്തിലൊക്കെ കാണണോ അതിൽ പുല്ലിംഗവാചകം മുഴുവൻ ഭഗവാന്റെയും സ്ത്രീലിംഗവാചകം മുഴുവൻ ഭഗവതിയാണ്. അപ്പോൾ
അങ്ങനെ ആ ഇരിക്കുന്ന അങ്ങ്, ഈ ലോകങ്ങളെല്ലാം അങ്ങയിലാണ് ഉണ്ടായത്, അങ്ങയിൽ നിന്നുണ്ടായി അങ്ങയിൽ തന്നെ സ്ഥിതി ചെയ്ത് അങ്ങയിൽ തന്നെ നശിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങ് ഒഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയണു. അപ്പോൾ നമുക്ക് എന്താണ്, ഇരുട്ടത്ത് പോകുമ്പോൾ നമ്മളിതാ ഒരു കയറ്, എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് അതല്ലേ, ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു കയറ് ചവിട്ടി, ആ കയറ് ചവിട്ടിയപ്പോൾ പെട്ടെന്ന് ആ കയറണിയപ്പോൾ പാമ്പാണെന്ന് തോന്നി, ഭയപ്പെട്ടു. പാമ്പ് കടിച്ചു എന്ന് ചോദിച്ചാൽ ആകെ ഭയപ്പെട്ട് വിളറി വെളുത്ത് നമുക്കിതാ ബോധക്ഷയം വരെ ഉണ്ടാവാൻ പോണു. അപ്പോൾ ആരോ ഒരാൾ ഒരു വിളക്ക് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അത് പാമ്പല്ല കയറാണ് എന്ന് ഉള്ള സത്യം ബോധ്യപ്പെട്ടപ്പോൾ ഭയമെല്ലാം മാറിയിട്ട് നമ്മൾ സ്വസ്ഥനായിട്ട് തീർന്നു. അതുപോലെ ആ ഭഗവാനെ, ഈശ്വരനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾക്കും ഭയവും ദുഃഖവും വിഷമവും, ഓരോരുത്തരൊക്കെ പിരിയുമ്പോൾ ഉള്ള ദുഃഖം, പല വിധത്തിലുള്ള രോഗത്തിൻ്റെയൊക്കെ ആ വിധത്തിലുള്ള ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊക്കെ വല്ലാണ്ട് നമ്മളെ ബാധിക്കുന്നത് എന്താ, പരമമായ ആ സത്യത്തെ അറിയാത്തത് കൊണ്ടാണ്. അപ്പം എങ്ങനെയാണോ ഒരു പ്രകാശം കൊണ്ട് ആ കയറ് പാമ്പ് അല്ല അത് കയറാണെന്ന് തിരിച്ചറിഞ്ഞത്, അതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ പരമാത്മാവായിട്ട് ഇരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനോടാണ് ഐക്യപ്പെടേണ്ടത്. ഈ ശരീരം വെറും ജഡമാണ്. ഈ ശരീരം കൊണ്ട് കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവിക്കാനാണ് ഈ ശരീരം വന്ന് പെട്ടിട്ടുള്ളത് എന്നുള്ള സത്യം ബോധിക്കുമ്പോൾ നമുക്ക് അത് ബോധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭയമൊക്കെ മാറാൻ. അത് ബോധിക്കണമെങ്കിൽ എന്ത് വേണം? നാമസങ്കീർത്തനം വേണം. ധാരാളം കഥകൾ കേൾക്കുക, ഈശ്വര കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനം ഉണ്ടാവുക. അപ്പോൾ എന്തുണ്ടാവും? ഭഗവാന്റെ പാതാരബിന്ദത്തിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവും. ആ ഭഗവാന്റെ ആ ഭക്തി കൊണ്ട് പൂർണ്ണമായ ബോധം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതോടുകൂടിയിട്ട് ഈ ജീവൻ മുക്തനായിട്ട് തീരും എന്നുള്ള സത്യത്തെയാണ് ഇവിടെ ശ്രീനാഥ മഹർഷി പറയണത്. ഹരേ ഗുരുവായൂരപ്പ. അല്പജ്ഞനാമെന്നെയും കരുതേണമേ. ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിക്കാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. തന്നാഭിപങ്കജത്തിൽ നിന്നേകഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് എന്നിവണ്ണം പറഞ്ഞിടിനൻ നാരദൻ. ആനന്ദബാഷ്പാപരിപ്ലുത നേത്രനായി വീരാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഭഗവാനെ, അവിടുത്തെ ആ മഹത്വം എനിക്ക് മനസ്സിലാക്കാനായിട്ട്, അല്പമെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അത് പരിപൂർണമായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങയുടെ ഭക്തനാണോ ഞാൻ എന്ന് ചോദിച്ചാൽ നാരദനാ പറയണത്. നാരദന് ഉറപ്പില്ല ഭഗവാന്റെ ഭക്തനാണ്. അപ്പം നമ്മളൊക്കെ ഞാൻ ഭക്തനാ, ഞാൻ കൃഷ്ണ ഭക്തനാ, ഞാൻ തേവരുടെ ഭക്തനാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. ആ നാരദര് പറയണു എന്നെ അങ്ങയുടെ ഭക്തനായിട്ട് കണക്കാക്കണം എന്ന് ഞാൻ പറയില്ല. അതിനുള്ള ഭക്തിയൊന്നും എനിക്കില്ല. എന്നോട് എന്താ വേണ്ടേ? ത്വൽഭക്തഭൃത്യഭൃത്യ, ആ ഭക്തൻ്റെ ഭൃത്യനായിട്ട്. ഭക്തൻ്റെ ഭൃത്യ എന്ന് വെച്ചാൽ ഒരു ഭക്തിയുള്ള ഒരാളെ സേവ ചെയ്യുന്ന ഒരാൾ, ആ ഭക്തൻ്റെ ഒരാൾക്ക് ഭഗവാൻ ഇപ്പം മുന്നോർലി തേവരുടെ ഏറ്റവും ഉയർന്ന ഭക്തിഭാവത്തിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആ ആളെ സേവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ആ പൂജ ചെയ്യണതിന് അവിടെ പൂവുകൾ ഒരുക്കി കൊടുക്കുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് ഈശ്വര ശുശ്രൂഷയ്ക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹായിയായിട്ട് നിൽക്കുക. ഭക്തി ആരോടെ ഭക്തിയുള്ളൂ? ഭഗവാനോടല്ല ഭക്തി. ഇപ്പോൾ ആ ഒരു വ്യക്തിയോടൊരു ഇഷ്ടം തോന്നിയിട്ട് അതിനെ നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തിട്ട് സഹായിക്കുക. അപ്പോൾ ഭൃത്യഭാവത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഭൃത്യനായിട്ട് അയാളെ അപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു മഹാത്മാവുണ്ട്, ആ മഹാത്മാവിനെ സേവിക്കുന്ന ആളെ ഇദ്ദേഹം. അപ്പോൾ അതിന് പറ്റിയില്ലോ. നമ്മളൊക്കെ പറയും വലിയ വലിയ മഹാത്മാക്കളുണ്ട്, ഈശ്വര മഹാത്മാവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് അല്ലേ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താ, കുമാരേട്ടനെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. എന്താ, ഗുരുവായൂരപ്പന് സേവ ചെയ്യണ ആളാണ്. അപ്പോൾ കുമാരേട്ടനോടൊരിഷ്ടം. അപ്പോൾ ആ കുമാരേട്ടനോട് ഒരിഷ്ടം നമസ്കരിക്കുക. അപ്പോൾ പറയും ഈശ്വര ഇവരുണ്ടല്ലോ,
ആ കുമാരേട്ടനൊക്കെ അറിയും, നല്ല പരിചയമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് എവിടെ ഭഗവാനെ അറിയണ ആൾ അങ്ങനെയാണ് വരണേ. അങ്ങനെ ഭൃത്യനായിട്ട് വന്നിട്ടുള്ള അതിലൊരാളായിട്ടെങ്കിലും എന്നെ കരുതണേ ഭഗവാനേന്ന് ഇവിടെ നാരദ മഹർഷി പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കൊക്കെ എവിടെയാണ് ഭക്തി ഉള്ളതെന്ന് ആലോചിക്കണേ. അതുകൊണ്ട് പറയണു, അങ്ങയുടെ എന്നെ അനുഗ്രഹിക്കണം. എന്തിനാണ് അനുഗ്രഹിക്കേണ്ടത്? അങ്ങയുടെ മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കാണ്ട്. മായകൾ പലതും നമ്മുടെ മുമ്പിൽ വന്ന് കാണും, അതാണ് സത്യം എന്നൊക്കെ തോന്നും. അതിലൊന്നും പെട്ടുപോവാതെ കണ്ട്, ഈശ്വരനിൽ നിന്ന് മനസ്സകലാതെ കണ്ട് ആ ഭഗവാനിൻ്റെ പാദഭക്തി ഉണ്ടാവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ. പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായേ. ആ ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ഞാൻ. അപ്പം പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങയുടെ പൗത്രനാണ് അല്ലേ. ആലോചിച്ച് നോക്കൂ, ആ മകൻ്റെ മകനെയാണ് ഗുരുവായൂരപ്പൻ നമസ്കരിച്ചത്. ആലോചിച്ച് നോക്കൂ, ആ ഒരു വിനയഭാവം ഏത് സ്ഥാനത്തിനാണ്. ഇപ്പം മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ. അപ്പോൾ ആ നാരദ മഹർഷി വെച്ചാലോ ആ ഋഷീശ്വരനാണ്. അപ്പം നമസ്കരിക്കുകയാണ്. അവിടെ ബാക്കിയുള്ള ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഋഷീശ്വര ഭാവത്തിൽ. ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ് നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കണം എന്നുള്ളത് ഇവിടെ പറയണു. അപ്പം അതുകൊണ്ട് അങ്ങയുടെ പൗത്രനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കാരുണ്യം കൂടി എന്നോടുണ്ടായിട്ട് അങ്ങനെ ഇനി ബന്ധം കൂടിയും പറയുകയാണ്. അപ്പം നമ്മളൊക്കെ നോക്കുമ്പോഴും ഭഗവാന്റെ കുട്ടികൾ തന്നെയാണ് നമ്മൾ. ആരെങ്കിലും ഈശ്വരൻ്റെ നമ്മുടെ ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ സാക്ഷാൽ ആ ഭഗവാന്റെ കുട്ടികൾ തന്നെയാണ് നമ്മളെല്ലാവരും. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ജഗത്തിന് അച്ഛൻ നീയാണ്, അമ്മ നീ. അപ്പോൾ നമ്മളൊക്കെ ഭഗവാന്റെ മക്കൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. ധാരാളം നമസ്കരിച്ചുകൊണ്ട് വീണ്ടും പറയാണ്, ഇപ്പോൾ ഈ വീടേക്കു ഞാൻ വന്ന കാരണം ഉത്ഭവാസംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയാമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്ന് ഒരുമ്പെട്ടിരിക്കുന്നതു നീയും അതിനനുകൂലനായി വന്നിടും. പറയണ എന്നെ ബ്രഹ്മാവാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. കാരണം എന്താ, രാവണനെ വധിക്കുക എന്നുള്ള നിയോഗം അത് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാനിൽ നമ്മുടെയൊക്കെ ഭാവമാണ്. ഈശ്വരൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശ്വരൻ്റെ അടുത്ത് നമ്മൾ ഒരു ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാവാതിരിക്കാനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ ബുദ്ധിമുട്ടിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങണേന്ന് തോന്നുമ്പോൾ നമ്മൾ പിന്നെയും ഭഗവാൻ വാക്ക് തന്നതാണ്, ഭഗവാൻ രക്ഷിക്കുന്ന ഉറപ്പുണ്ടെങ്കിലും പിന്നെയും നമുക്കൊരു സംശയം വരും അല്ലേ. അതുപോലെ ഇവിടെ ബ്രഹ്മാവിനോട് പറഞ്ഞതാണ്, ഞാൻ മർത്യനായിട്ട് വരാം, എന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ വരും എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാണെങ്കിലും രാജാഭിഷേകം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പോൾ ഒരു ഭയമായി. അപ്പോൾ ഒന്നും കൂടി ഓർക്കിപ്പോൾ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് പിറന്നത് കാരണം ഭഗവാൻ അത് മറന്നു പോയിട്ടുണ്ടാവോ എന്നൊരു സംശയം അല്ലേ. അങ്ങനെ ബ്രഹ്മാവിന് ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടാവും. രാമാവതാര കാര്യത്തിൽ ആ സംശയം ഉണ്ടായി, കൃഷ്ണാവതാര സമയത്തും ഉണ്ടായി. എന്നിട്ടാണല്ലോ ആ ഗോപക്കുട്ടികളെയും പശുക്കുട്ടികളെയൊക്കെ മറച്ചത്. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാം. അപ്പോൾ അതാ പറയുന്നു, പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നു അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്നു പറയുകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന്നുത്തരാമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടാകായതു മൂലം. കാലാവിളംബമെന്തിനെന്നല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഈശ്വരനോട് നമ്മളോട് പറയുന്ന ഒരു ഉത്തരമാണ് ഭഗവാനിത്. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും, അപ്പോൾ അതിങ്ങനെ നടക്കാണ്ടാവുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പോൾ ഭഗവാന്റെ പറയണു, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരണത് എന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്നറിയൂ. കാലാവിളംബം എന്തിനെന്നല്ലേ, എന്തിനാണ് ഇങ്ങനെ സമയം നീട്ടണമെന്നല്ലേ. അതിന് കാരണമുണ്ട്. എന്താ? കാലാവലോകനം കാര്യസാധ്യം നൃണാം. അത് എന്താന്ന് വിചാരിച്ചാൽ
കാലവും സമയമൊക്കെ ശരിയായിട്ട് വരണം. അതുവരെ നമ്മൾ കാത്തിരിക്കണം ക്ഷമയോട് കൂടിയിട്ട്. നമുക്കിപ്പോൾ ക്ഷമയില്ലാത്ത കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത് അനുഭവമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കണവരാണ്. അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ മൊബൈലിൽ സംസാരിക്കലുള്ളൂ, അല്ലാണ്ടൊന്നും ഇല്ല. ഇപ്പോൾ നേരിട്ട് സംസാരിക്കാനൊന്നും നേരമില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയക്കുകയാണ്, അത് കേൾക്കുക, അതാണ്. അപ്പോൾ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് സ്പീഡ് കൂടണൊരു ഇതുണ്ട്. എന്നിട്ട് ഈ ലോട്ടറി ടിക്കറ്റുകാർ പറയണേക്കാളും സ്പീഡിൽ ഇതിങ്ങനെ കടക്കട ഒന്നും മനസ്സിലാവില്ല. എന്തിനാ അതിങ്ങനെ കേൾക്കണമെന്നറിയില്ല. അതുപോലെ അത് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലാന്ന്. അങ്ങനെ ആൾക്കാർ പറയണ കാര്യം പോട്ടെ, പ്രഭാഷണങ്ങൾ വരെ അങ്ങനെ കേൾക്കണവരുണ്ട്. എന്തിനാ അതങ്ങനെ കേൾക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ യൂട്യൂബൊക്കെ എടുത്തിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കണവരൊക്കെ അങ്ങനെ കേൾക്കണ കാണാം. നേരമില്ല അവർക്ക്. 10 മിനിറ്റ് കൊണ്ട് ഇത് ഇത്ര 1 മണിക്കൂറൊക്കെ ഇരുന്ന് കേൾക്കാൻ നേരമില്ലാന്ന്. നേരമില്ലാത്തവർ കേൾക്കണ്ട, വേണ്ടവർ കേട്ടാൽ മതി. 1 മണിക്കൂർ കേൾക്കാം. അതാ പറഞ്ഞ ഇവിടെ എങ്ങനെയാണ് പാർവതി പറഞ്ഞത്, കേട്ട് മതിയാവണില്ല, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറയണു. നമുക്കൊക്കെ 1 മണിക്കൂർ പോയിട്ട് കേൾക്കാൻ നേരമില്ല. 5 മിനിറ്റുള്ള വോയിസ് കേൾക്കാൻ നേരമില്ല. അത് 5 സെക്കൻഡോട് കേൾക്കാൻ എന്താ വഴി എന്നുള്ള സൂത്രം, അതിനുള്ള സൂത്രം അതാ മായ. അതൊക്കെ അതിനുള്ള സൂത്രപ്പണി മായ കാണിച്ചു തരികയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് പറയണു, നേരിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ക്ഷമയില്ല. അപ്പോൾ അവർ നമ്മൾ നേരിട്ട് പറയുമ്പോൾ അതെ കാര്യം എന്താ വെച്ചാൽ വാട്സപ്പിൽ അയച്ചാൽ മതി, ഞാൻ കേട്ടോളാം. കാരണം എന്താ വെച്ചാൽ അതിലാകുമ്പോൾ വേഗം കേട്ട് കഴിയുമല്ലോ. നേരിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് അത്ര സ്പീഡിൽ അവർ പറയണ പോലെ കേൾക്കണ പോലെ പറയാൻ വയ്യല്ലോ. എന്തൊക്കെയാണ് പറയാമെന്ന് വെച്ചാൽ വാട്സപ്പിൽ അയച്ചാൽ മതി, ഞാൻ കേട്ടോളാം. അത്രയും നമുക്ക് ക്ഷമയില്ലാണ്ടായിരിക്കുകയാണ് കാര്യങ്ങൾക്ക്. പിന്നെ എങ്ങനെയാണ് എന്ത് കാര്യം നടക്കണമെങ്കിൽ ഇപ്പം നടക്കണം എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നിൽക്കണത്. അപ്പോൾ ഭഗവാൻ പറയണു കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടാവണം അല്ലേ. എത്രയോ തവണ കേട്ടിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ, അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പ് പേടിച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ തോറ്റു പോവോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അങ്ങനെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. NIT-യിലൊക്കെ എനിക്ക് അനുഭവമുള്ളത്. എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തിരുന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഇവനാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക്. എത്ര സങ്കടം ഉണ്ട് അച്ഛനും അമ്മയ്ക്ക്, എത്ര വിഷമം. ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ക്ഷമയില്ല, മനസ്സിൻ്റെ സമാധാനം ഒന്നിനുമില്ല. അവനവനെ തന്നെ അവനവന് വിശ്വാസമില്ലാത്തൊരവസ്ഥയില്ല. നമ്മൾ ചെയ്തത്, ഞാൻ ചെയ്ത കർമ്മം ഞാൻ കൃത്യമായിട്ടും വെടുപ്പായിട്ടും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പോലും ഇല്ലാത്ത കുട്ടി. നോക്കൂ, അവനവന് വിശ്വാസമില്ലാത്ത അവസ്ഥ. നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്തിട്ട് വേറെ ഉള്ള പറയാം ശരിയായില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തളർന്നു, അത് ശരിയായില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വിശ്വാസമില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവനവനെ വിശ്വസിച്ചിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതില്ല, നമ്മൾ തന്നെ നന്നായിട്ട് ഇത് ശരിയായി ഉണ്ടാവില്ല, ഞാൻ ശരിയല്ല 10 പ്രാവശ്യം നമ്മൾ ഞാൻ ശരിയല്ല എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരിയാവുക? അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകണത്. അപ്പോൾ ഭഗവാൻ പറയണു കാലവിളംബരം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും വിഷമിക്കണ്ട എന്നുള്ളത് പറയണു. ആ ഒരു കാര്യമാണ്. അപ്പോൾ അതാ ഇവിടെ നാരദരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ. കാലസ്ഥിതി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രം എന്തുണ്ടാവുള്ളൂ? ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുള്ളൂ. കാലസ്ഥിതി എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു കാര്യം എടുത്ത് ചാടി ചെയ്തത് കൊണ്ട് അത് ലക്ഷ്യപ്രാപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് വേണ്ട വിധത്തിൽ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ള അതിനെ ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. പ്രാരാബ്ധ കർമ്മഫലക്ഷയം വരും നേരത്തൊഴിഞ്ഞു ആവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചരാവംശവും
രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനന്വയ നാശം വരുത്തുവാൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്രപ്രമോദേന. നാരദന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണാവും ചെയ്തു, വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവാമുനീന്ദ്രാനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്നു മനുഷ്യനും മുക്തി ലഭിക്കൂ അതിനില്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷാമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ. അപ്പം പറയണു ആ കാലത്തിൻ്റെ ഗതി ഇതനുസരിച്ചിട്ട് മാത്രമായാലാണ് അത് ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുള്ളൂ. അത് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം ഒടുങ്ങുമ്പോൾ മാത്രമാണ്. പല ഇതുണ്ട്, സൽഫലങ്ങളുണ്ട്, ഇതുണ്ട്. അപ്പോൾ അത് ഒടുങ്ങുമ്പോൾ മാത്രമാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടി നമ്മുടെ കർമ്മപ്രാരാബ്ദങ്ങൾ ഒടുങ്ങണം, അപ്പോഴേ സാധിക്കുള്ളൂ. മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യപ്രയത്നം വെച്ചാൽ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടൊന്നും നടക്കില്ല. ഈശ്വരേച്ഛ ആ കാലഗതിക്ക് അനുസരിച്ചിട്ടേ നടക്കുള്ളൂ. ആ കാലഗതി വരുമ്പോൾ അത് നന്നായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരോപാസന ചെയ്യണത്. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജാസംഭവാപുത്രൻ വസിഷ്ഠനം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനൻ. പൗരാജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർ ഗുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം. ബുദ്ധനായി വന്നിതു ഞാനു ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥാം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ ഇപ്പോഴതങ്ങനെ അത് ഉൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്കനൂരാഗാമവങ്കലുണ്ട് എപ്പോഴുമേറ്റം അതോർത്തു കണ്ടീലയോ വന്നീല മാതുലനെ കൺമതിന്നേറെ. മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ. അപ്പം ഈ സമയത്ത് ദശരഥ മഹാരാജാവ് അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പം അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയിട്ട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമ്പോൾ വസിഷ്ഠ മഹർഷി പറയണു ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് വെച്ചാൽ അടുത്ത ദിവസം ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയുക എന്നാൽ ആ ഭരതശത്രുഘ്നന്മാർ അമ്മയുടെ അവിടേക്ക് അമ്മാത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം മുഹൂർത്തം ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരാനുള്ള വന്ന് എത്തിപ്പെടാനുള്ള സമയമില്ല. പക്ഷെ അത് നോക്കണ്ട, നമുക്ക് എന്തായാലും ഇത് നടത്താം. അതിന് സമയം ആ സമയത്ത് തന്നെ ഏറ്റവും അടുത്ത മുഹൂർത്തമാണെങ്കിൽ അപ്പോൾ തന്നെ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറയുന്നു. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണം പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോട് അത്യുന്നതം ഘോരമായുള്ള പെരുമ്പരാനാഥവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ. പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകാർത്ഥമിളമയായി നാളിക നേത്രനം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരൂപം നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു എന്നരുൾ ചെയ്താലും അന്തരാമെന്നിയെ സംഭരിച്ചിടുവാൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം. വസിഷ്ഠാമുനിയും അരുൾ ചെയ്തു കേൾക്കാൻ നാളെ പുലർകാലെ ചമയിച്ചു ജൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം. മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മദ്ദാഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവതാകുലാജാതനം നൽക്കമ്പനാരാൽ വരേണമലങ്കരിച്ചിങ്ങനെ ദിവ്യാനാനാതീർത്ഥവാരിപൂർണങ്ങളെ ദിവ്യരത്നങ്ങളോ മൂർത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്രം
മലയജ വർണ്ണങ്ങൾ കൊണ്ടു വൈകെട്ടി വച്ചിടണം. പുത്തമ്പുലിത്തോൽ വരുത്തുക മുന്നിക ഛത്രം സുവർണ ദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സത്കൃതന്മാരം മുനിജനം വന്നിഹ നിൽക്കാകുശാപാണികളായി സഭാന്തികെ നർത്തകിമാരോട് വാരാവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മുർവീശ്വരാങ്കണെ നിന്നു മനോഹരം ആസ്ത്യശ്വപാതി രഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം. മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക. ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി സുമന്ത്രരെയും നിയോഗിച്ചതീ സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരാമാശു സന്തോഷേണ സംപ്രാപ്യ സാധനം നിന്നതു നേരം അറിഞ്ഞു. രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാപി പത്നിയോടും അതിഭക്തിയ രഘുത്തമൻ പൊൽകലശസ്ഥിതി നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു. പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കെ ധരിച്ചു. വിശുദ്ധനായി ചിത്തമോദേനാചരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു. വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ തൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥാവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥാമത്ഭുതാവിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതു പിന്നടോ. ജാനകീ ജീവനസ്മരണം സാക്ഷാൽ പരബ്രഹ്മം പരമാത്മാവ് മോക്ഷതന്നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലക്കാലമത്ര ജനിച്ചിതു നിർണയം. ദേവകാര്യാർത്ഥസിദ്ധ്യാർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കൊടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്ഥാമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥാമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതാമഹനും ഭവാൻ. സർവേഷ ഗോചരനായി അന്തര്യാമിയായി ജഗതന്ത്ര വാഹകനായ നീ ശുദ്ധസത്വാത്മകമായൊരു വിഗ്രഹം ദത്വാ നിജാധീന സംഭവാനായുടൻ ഭർത്തൃവേഷേണ ദശരഥാപുത്രനായി പൃഥ്വീതലേ യോഗമായ യാജാതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോടു ദാതാവുജാതിനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്ര സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരുകയില്ല. അതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം. അപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കാം. യോഗേശത്തെ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായികമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിക്കായിക നീ.
ആചാര്യ നിഷ്കൃതീകാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിക്കായിക നീ ത്വൽപസംഗാൽ മുക്തം സർവമുക്തമിപ്പോളിതം മൽപ്രവക്തവ്യം മയാ രാമകുത്രജിൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവും എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണു. ദശരഥ മഹാരാജാവ് പറഞ്ഞേക്കാണ്. അപ്പോൾ വന്ന വഴിക്ക് എന്ത് ചെയ്തു? ആ സ്വർണ്ണക്കുടങ്ങളിലിരിക്കുന്ന ശുദ്ധജലങ്ങളൊക്കെ കൊണ്ട് കാലൊക്കെ കഴുകിച്ച് ആ തീർത്ഥമൊക്കെ ശിരസ്സിൽ തളിച്ച് അവിടെയും കാണിച്ചു കൊടുക്കണു. ഭഗവാൻ എങ്ങനെ വേണം ഒരു ഗൃഹസ്ഥൻ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ പുണ്യതീർത്ഥം ശിരസ്സിൽ അണിഞ്ഞത് കൊണ്ട് ഞാനൊന്ന് ധന്യമായി എന്ന് പറയണു. അത് കേട്ടിട്ട് വസിഷ്ഠ മഹർഷി പറയാണ്, അങ്ങനെ വാക്കുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയണത് കൊള്ളാം, എനിക്കറിയാം അങ്ങ് ആരാണെന്നുള്ളത് നന്നായിട്ടറിയാം. ലക്ഷ്മി ദേവിയോടൊത്തിട്ട് ജനിച്ചിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണെന്ന് തന്നെ എനിക്കറിയാം. 3 ലോകങ്ങളുടെയും ദുഃഖം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങ് ജനിച്ചതെന്നറിയാം. ശരിക്കും ആചാര്യനായി ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ ബ്രഹ്മാവാണ്, അവിടെയും പൗത്രഭാവമാണ് ഉള്ളത്. എങ്കിലും ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ആചാര്യനായിട്ട് അങ്ങ് എൻ്റെ ശിഷ്യനായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ലോകത്തിലെങ്ങനെ കാഴ്ചയിൽ ഈ അങ്ങയുടെ ഒരു സംബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ ഈ കുലത്തിൻ്റെ ഗുരുനാഥനായിട്ട് വന്നു ചേർന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? രാമനുമായിട്ട് സംബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയാകാണ്ട് എല്ലാത്തിനും അന്തര്യാമിയായിട്ട് ഈ പ്രപഞ്ചത്തെ വഹിക്കുന്ന അങ്ങ് ആ സത്വാത്മകമായിട്ടുള്ള ഈ ശരീരം ധരിച്ചു. അതുകൊണ്ട് ഈ കുലത്തിൽ വന്ന് മനുഷ്യനായിട്ട് ദശരഥപുത്രനായിട്ട് ഭൂമിയിൽ വന്നു ജനിക്കുന്നുള്ള കാര്യം എന്നോട് ബ്രഹ്മാവ് നേരത്തെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സൂര്യവംശത്തിൻ്റെ പൗരോഹിത്യം ഏറ്റെടുത്തത് എന്നൊക്കെ പറയണു. അപ്പോൾ പറയാണ്, ഇപ്പം രാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. നാളെ അഭിഷേകം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന കാര്യം അറിയിക്കാൻ വന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇരുവരും ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് കഴിയണം എന്നെല്ലാം. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കാം, പുലർച്ചയ്ക്ക് വന്നു ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മഹർഷി യാത്രയാവണു. പറയണു, അങ്ങയുടെ ആ മായ എന്നെ മോഹിപ്പിക്കാണ്ട്, അങ്ങയുടെ മായാ ഭഗവതി എന്നെ മോഹിപ്പിക്കരുത്. അങ്ങയോടുള്ള ചേർച്ച കൊണ്ട് എല്ലാം പറഞ്ഞു പോയി. ഇനി ഒരു സ്ഥലത്തും ഇങ്ങനെ പറയണതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു പോകണാണ്. രാജാദശരഥൻ അതൊട്ടല്ല വായിക്കാം. രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനി വീടയ്ക്ക് ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്കെ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ഒരുക്കുവൻ വൈകാതെ. വന്നീടുഷസിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു നേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിന്നു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സാമമാഭി പ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുക നീ. തത്സമാനാകുന്നതും മത്സമാനാകുന്നതും ഭവാൻ നിർണയം. മത്സരിപ്പാനില്ലതിന്നു നമ്മോടാരും. ഇത്തമോരോന്നു പറഞ്ഞു ഇരുന്നരുൾ ചെയ്തി ഇത്തമോരോന്നരുൾ അരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവേശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥനോടും ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവാനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരുപുമാൻ. സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മല ആയൊരു മാല്യവും നൽകിനാൻ. കൗസല്യയും
തനയാഭ്യുദയാർത്ഥമായി കൗതുകാമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണ എന്നു ചേതസി ഭക്തിയ വണങ്ങി വാണിടിനാൻ. സത്യസന്ധൻ നൃപ വീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയാ പുത്രീ വശകതനാകയാൽ ആകുലാമുള്ളിൽ വളരുന്നതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതാനാശിനി ദുർഗതി നീക്കി തുടച്ചിടുകമ്പികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. സമയം എത്രയേ? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു എല്ലാ ദിക്കിലും അങ്ങനെ രാമന് അഭിഷേകം നടത്താൻ പോവുകയാണെന്നുള്ള വാർത്ത ഒരു ദൂതൻ വശം കൗസല്യാദേവി അറിയണു. അപ്പോൾ കൗസല്യയുടെ ഉള്ളിൽ ഭയം. കാരണം ആ കൈകേയിയുടെ മനസ്സ് കൗസല്യയ്ക്ക് അറിയാം. മറ്റൊരു കാര്യമുണ്ട്, ആദ്യം വിവാഹം കഴിച്ചിട്ട് കൗസല്യ വിവാഹം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാണ്ടാവുമ്പോൾ വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ ആരിലാണോ പുത്രനുണ്ടാവണേ ആ പുത്രനെ രാജാവാക്കാം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് പുത്രന്മാരുണ്ടാവുന്നില്ലല്ലോ. പക്ഷെ കൈകേയിക്കാണ്. ആ കൈകേയി പല വിധത്തിലുള്ളതുണ്ട് അല്ലേ. നമ്മൾ കൗസല്യൊക്കെ ആ പതിവ്രതാധർമ്മം വേണ്ടതുപോലെ ആചരിച്ചുകൊണ്ട് കഴിയണു. കൈകേയിക്കാണെങ്കിൽ ആ സൗന്ദര്യം കൊണ്ടും പിന്നെ തൻ്റെ ആ വാക്ചാതുര്യം കൊണ്ടൊക്കെ കൂടുതലും ദശരഥനോട് ഒരു അടുപ്പുണ്ട്. അത് അപകടത്തിനിടയാവുമോ എന്നൊരു സൂചന ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കങ്ങനെ സൂചന ഭഗവാൻ തരുന്ന പോലെ എന്താ ചെയ്യുക. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി. ഈ കൈകേയി എന്താണാവോ വിചാരിക്കുക എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ട്. വാനവരെല്ലാം ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ. നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ഹരേ കൃഷ്ണ. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അതെന്താ ഒരു മിനിറ്റ്. നാമവരാരും നല്ല വരുത്തിയിടുവാൻ എന്നിട്ട് അവിടെ വരയുണ്ട്. അപ്പോൾ രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചുകൊണ്ടു ചൊല്ലിപ്പിച്ചു. പിന്നെ വിരാവോടഭി കൈകേയിയെ കണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാൻ മടിക്കരുതെന്ന് എന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരാതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമയപ്പോൾ ത്രിവിക്രയാമുഖജയം മാനസേ കൽപ്പിച്ചു ഉറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൻ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്ന നിർണയം ദുർഭഗേ മൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയ ഒരാപത്ത് വന്നെടുത്തു നിനകിൻ ആരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനി മാർഗുല മൗനി മാലിക്യമേ. ഇതാം അവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചു ദാനവും ചെയ്തു കേകയാപുത്തിയും ചിത്രമായ ഒരു ശാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാനാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതാമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതീനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമനോളം പ്രിയാമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രൻ രാമനെ സ്നേഹമെനിക്കേറും.
രാമനും കൗസല്യാദേവിയേക്കാളേറെ പ്രേമമേറും ന്യൂനമില്ലെന്നൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര ആരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റുള്ളവർക്കു കൊടുപ്പൂ മമാനന്ദനൻ. ഇഷ്ടമില്ലാത്തൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദാമവാനില്ലൊരിക്കലും. ആശാന്തമെന്നെ അത്രയും മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം ഉടേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കേകയാപുത്രൻ വാക്കുകൾ കേട്ടള ആകുല ചേതസ പിന്നെയും ചൊല്ലിനാൻ. ഇവിടെ കൗസല്യാദേവിയുടെ വാക്കുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമുക്ക് അമിതമായ സ്നേഹം ഉണ്ടാവുന്നിടത്തുനിന്ന് അമിതമായ വിദ്വേഷമായിട്ട് മാറാണ് ഒരു ഭാവം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം പറയുന്നത് ആ രാമകുമാരനോളം പ്രിയം എനിക്ക് ആരേ ഇല്ല. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഭരതനേക്കാളും എനിക്ക് രാമനെയാണ് ഇഷ്ടം. കാരണം എന്താണ് അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്നോട് ഏറ്റവും കൂടുതൽ ഭക്തിയും വിശ്വാസവും ബഹുമാനവും കാണിക്കുന്നുണ്ട്. നമ്മൾ ചിലവരുണ്ടല്ലോ, അവർ എന്താണെന്ന് വെച്ചാൽ അവരോട് കാണിക്കുന്ന ഭക്തി വിശ്വാസത്തെ അങ്ങനെയാണ് പറയുന്നത്. എല്ലാവരോടും രാമൻ ഒരുപോലെ തന്നെയാണ് പെരുമാറണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന നമ്മളോടാണ് എന്നുള്ളൊരു ഭാവം. പിന്നെ അത് മാത്രമൊന്നുമല്ല, എന്നോട് മറുത്ത് ഒരു വാക്ക് പറയില്ല, ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയില്ല എന്ന്. എന്ത് കണ്ടാലും അതിനെതിര് പറയാണ്ടിരിക്കുക, എന്ത് ചെയ്താലും എതിര് പറയാണ്ടിരിക്കുക. അതുപോലെ നല്ല നല്ല സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളത്. കാരണം അത് എന്തുകൊണ്ടാണ് രാമൻ ചെയ്യണതെന്ന് വെച്ചാൽ ഈ കൈകേയിയുടെ സ്വഭാവത്തിന് നല്ലോണം രാമൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചിലവർക്കുണ്ട് അല്ലേ. ഇപ്പം ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് അത്ര വലിയ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അതിപ്പോൾ അവർക്കിപ്പോൾ കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർക്ക് നമ്മളോട് ഒരേപോലെ സ്നേഹം കൊടുക്കണേ, അതിൻ്റെ കൊടുക്കുന്നതും മേടിക്കുന്നതും അനുസരിച്ചിട്ടാവില്ല. പക്ഷെ ചിലവർക്കാണെങ്കിൽ കിട്ടിയാൽ അങ്ങനെ കിട്ടാൻ സന്തോഷമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയാണ് കൈകേയിയുടെ ആ സ്വഭാവം എല്ലാം കൊണ്ടും അങ്ങനെയാണ്. അപ്പം അത് രാമന് നല്ലോണം അറിയാം. അപ്പം രാമൻ അതെന്താ ചെയ്യുക, നല്ലത് കിട്ടുമ്പോൾ കൈകേയിയമ്മയ്ക്ക് സന്തോഷമാവാൻ. രാമനെല്ലാ അമ്മമാരും ഒരുപോലെയാണ്, അത് പറഞ്ഞ് സത്യമാണ്. അപ്പോൾ ഓരോരുത്തരെയും കണ്ടറിഞ്ഞിട്ട് അവർക്കെന്താണോ ഹിതം, അവർക്കെന്താണോ സന്തോഷം, അതനുസരിച്ചിട്ട് രാമൻ പെരുമാറുകയാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത വാക്ക് പറയില്ല. പിന്നെ എന്നെ ശുശ്രൂഷ ചെയ്യും. കൈകേയിക്ക് വലിയ ഇഷ്ടമാണ് ശുശ്രൂഷ ചെയ്യുക. ചിലവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവരെ ശുശ്രൂഷ ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് രാമനെ ഓരോരുത്തരെയും പഠിച്ച് രാമൻ അതനുസരിച്ചിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ഈ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് എപ്പോഴെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ എന്തുണ്ടായി, അപ്പോൾ അവിടെ തീർന്നു അല്ലേ. ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ഓരോന്നിനും പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടം വെച്ചാൽ സ്നേഹബന്ധം. അതുകൊണ്ടാണ് മമത അല്ല വേണ്ട, ആ സ്നേഹത്തിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല അല്ലേ. ഒരു കഥ പറയണ കേട്ടിട്ടുണ്ട്. അമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അച്ഛൻ മരിച്ച് പ്രസവിച്ച് അധികമാവണേക്കാളും അച്ഛൻ മരിച്ചു, മകൻ ഒരാളേ ഉള്ളൂ. ആ മകനെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകളൊന്നും അറിയാണ്ട് വളർത്തി വലുതാക്കി വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ അധികപ്പറ്റായി മകന്. അപ്പോൾ എന്തു ചെയ്തു, ഈ അമ്മയെ ഉപേക്ഷിക്കാൻ ഭാര്യ പറയുകയാണ്, അമ്മയെ കൊണ്ട് ഉപേക്ഷിക്കാൻ. അമ്മയും ഞാനും കൂടി ഇവിടെ പറ്റില്ല, ഉപേക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് അമ്മയെ കൊണ്ട് പോയിട്ട് കാട്ടിൽ കൊണ്ട് കളയാണ്. അന്നത്തെ കാലത്ത് കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ച് നടക്കുമ്പോൾ അമ്മ പറയുന്നു, മോനെ സൂക്ഷിച്ച് പോകണം കേട്ടോ, മോൻ്റെ കാലുമ്പോൾ മുള്ളു കൊള്ളേ എന്ന് പറയണു. കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും ആ അമ്മയുടെ ഉള്ളിലെന്താ, മകനോടുള്ള സ്നേഹമാണ്. അത് അവൻ്റെ കർമ്മപ്രാരാബ്ദം കൊണ്ട് അവൻ്റെ ഇതുകൊണ്ട് അവനങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ള. അതായത് എന്നോടെന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലേ, പലരും പറയണ്ടേ ആ മാതൃത്വത്തിൻ്റെ മഹത്വം എവിടെയാണ് കാണുന്നത്. നമ്മളൊക്കെ ശരിക്കും അമ്മമാരാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു കഥ എപ്പോഴും പറയും. 10 മാസം ചുമന്ന് പ്രസവിച്ചിട്ട് കഷ്ടപ്പെട്ട് വളർത്തി. ഇത് 10 പ്രാവശ്യം പറയുമ്പോൾ മക്കൾക്ക് നമ്മളെ വിലയില്ല ഉണ്ടാവില്ല. അവരത് തിരിച്ചറിയാണ് വേണ്ടത്. അമ്മയുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ കണ്ട് തിരിച്ചറിഞ്ഞ ആ സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, സ്വയം ഉണ്ടായിത്തീരണം.
സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഉറവ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേ, പാറയാണ് അടിയിലെന്ന് വെച്ചാൽ അവിടെ നിന്ന് എത്ര നോക്കിയാലും നീരുറവ് വരില്ല. ആ പാറ വെടിവെച്ച് പൊട്ടിക്കുന്നത് പോലെ ആ പാറയെ ഉരുക്കാനുള്ള സ്നേഹം അമ്മയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ, അവിടെ നിന്ന് നീരുറവ് വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറവുണ്ടെങ്കിലേ അത് പുറത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അപ്പോൾ അങ്ങനെയാണ് ആ മാതൃസ്നേഹം. അവിടെ ഒന്നും പ്രതീക്ഷിക്കണില്ല, മകൻ അത് ചെയ്യണം ഇത് ചെയ്യണം. ഇവിടെയൊക്കെ ധാരാളം പ്രതീക്ഷകളാണ് ഓരോ വാക്കിലും. അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തികളിലൂടെ ആ കൈകേയിയെ സന്തോഷിപ്പിക്കുന്നു. പ്രവൃത്തിയിലാണ് അത് കാണുന്നത്. അല്ലാണ്ട് രാമൻ്റെ മനസ്സ് രാമനെ മനസ്സിലാക്കണില്ല. രാമൻ്റെ പ്രവൃത്തികളിലൂടെ രാമനിൽ നിന്നുള്ളതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇനി രാമനിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ഇപ്പം പറയുകയാണ് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് കല്യാണം കഴിച്ചു വരുന്ന കുട്ടികളുടെ ഇടയിലാണ് അത് കൂടുതൽ കാണുക. അമ്മ സ്വന്തം ചിലപ്പോൾ ഈ പറഞ്ഞോണം തന്നെ സ്വന്തം മോളെ പോലെയാണ് നോക്കി സ്നേഹത്തോട് കൂടിയിട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഈ കുട്ടി സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീട്ടിലുള്ളവർ എങ്ങനെയുണ്ട്, നല്ലതല്ലേ, സൂക്ഷിച്ചോളോട്ടാ, അതൊക്കെ ഒരു തരം അതാണ്, കാര്യം നടക്കാനുള്ളതാണ്, അത്ര സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊരാളുടെ വാക്ക് കേൾക്കുമ്പോഴേക്കും പിന്നെ അതുവരെ ഉണ്ടായ ആ സ്നേഹം അമ്മോട് മാറിയിട്ട് അവിടെ ശത്രുതയായി. പിന്നെ അമ്മയെ നോക്കുമ്പോൾ അമ്മ ചെയ്യണതെല്ലാം തെറ്റായിട്ടായി കുട്ടിക്ക് തോന്നണേ. കാര്യം നടക്കാൻ വേണ്ടി അമ്മ മണിയടിക്കുക, അങ്ങനെയുള്ളവരുണ്ടാവും, ഇല്ല എന്നല്ല പറയണേ. അപ്പോൾ ഒരാളുടെ വാക്ക് കൊണ്ടല്ല നമ്മൾ ഒരാളെ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ അവനവൻ്റെ അനുഭവം കൊണ്ട് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൈകേയി അങ്ങനെയല്ല, പുറമേക്കുന്ന് ലഭിക്കുന്നതിലും ഒക്കെയാണ്. അതാണ് കൈകേയിക്ക് വേറൊരാളുടെ വാക്ക് കേട്ടപ്പോഴേക്കും തനിക്ക് അപകടമാവുമെന്ന് വരുമ്പോൾ ഉള്ള സ്നേഹം എത്ര സ്നേഹം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഭരതനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ആ അമ്മ അത് സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കാണാം രാമൻ പറയുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് കൈകേയി അമ്മയ്ക്കാണെന്ന് രാമൻ പറയും. കാരണം എന്തുകൊണ്ടാണ്, ഈ രാജ്യം ഭരിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പം എന്നോട് കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടൊന്നും വേണ്ട, നീയും ഹണിമൂണിന് പറഞ്ഞതാണ് അമ്മ. നീയും പത്നിയും കൂടിയിട്ട് സുഖമായിട്ട് യാതൊരു പ്രാരാബ്ധമാക്കാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ എൻ്റെ മോൻ ചെയ്തോട്ടെ. അപ്പോൾ നിനക്ക് കഷ്ടപ്പാടൊന്നും, അത് രാമൻ്റെ ചിന്ത. അപ്പോൾ നോക്കൂ, ആ കൈകേയിയുടെ ചിന്തയും രാമൻ്റെ ചിന്തയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമ്മളതിനെ ഏതാ സ്വീകരിക്കേണ്ടതെന്നനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണത്. ഇവിടെ പുത്രനാം രാമനെ സ്നേഹാമിനിക്കേറും രാമനും കൗസല്യദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമില്ലെന്നൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ. മമാനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറയുകയില്ലൊട്ടുമേ ഭേദാമവാനില്ലൊരിക്കലും. ആശാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. കൂടെ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസഞ്ചാന്തൻ ദയാപരൻ. കേകയാപുത്രി തൻ വാക്കുകൾ കേട്ടള വാകുലാചതസാ പിന്നെയും ചൊല്ലിനാൽ, പാപേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി, നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നിർബന്ധ മാതുലനെ കൺമതിന്നയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇത് രാജാഭിഷേകം കൃത്യം. രാമനെങ്കിലോ രാജാനുഭൂതി സുമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കു കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളയെങ്കിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞാജാതാപരാഭവം കൊണ്ടുള്ള താപവും പൂമ്പൂണ്ടു ധരാണിയിൽ വാഴുകയാൽ നല്ലു മരണാമതീനുള്ള സംശയം ചൊല്ലുവഞ്ഞന്തവ. നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ
കാലം തൽസുതൻ തന്നെ വാഴിക്കുന്ന രാവരൻ രാമനീരേഴാണ്ടുകാനനാവാസവും ഭൂപാല ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതനോരു മതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാൽ അതിനൊരുപായകും പ്രാണസമേതവ ചൊല്ലുന്നതുണ്ടു ഞാൻ. മുന്നം യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രാർത്ഥിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനൻ. നിന്നോടുകൂടവേ വിണ്ണീലകം പൊക്കു സന്നദ്ധനായി ചെന്നു. അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരി എന്നതേതും അറിഞ്ഞില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം നിനക്കാവേച്ച ധൈര്യേണ നീ ചിത്രമത്രേ പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിയോളമങ്ങിനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു. പൃഥ്വീന്ദ്രനും യുദ്ധനിവർത്തനായോരു ദശാന്തരെ നിന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കണ്ടു. ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിഞ്ചരീതം നന്നു നിരൂപിച്ചലണ്ടു വരം തരം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ 10 വാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനന്തമായൊരു വരദ്വയം സാദരം ന്യസ്തൃതം ഭവതീമയ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ എന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയാമിന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസേ തോന്നി ബലാലീശ്വരാജ്ഞയ. അപ്പോൾ ആ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ. കാരണം രാമനിൽ അത്ര ഉറപ്പുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ആ മനസ്സ് മാറില്ല. പക്ഷേ ചില അവസരത്തിൽ ചിലർ ദുർജനങ്ങളുമായിട്ട് ഉള്ള സംഘം നമ്മളിപ്പോൾ ഭഗവാനോട് ഏറ്റവും അടുത്ത് നാമം ജപിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും ഈശ്വരനോട് അടുത്ത് നടക്കണ സമയത്ത് എന്ത് ഒരു ഈശ്വരനും ഇല്ല. ഈശ്വരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമോ? അത് നടക്കുമോ? അപ്പം ഇങ്ങനെ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറയുമ്പോൾ കുറേ കേൾക്കുമ്പോൾ തോന്നുന്നു എന്നാൽ ശരി തന്നെയാണ്. അതാണ് ദുർജന സംസർഗം പാടില്ല, സജ്ജനങ്ങളായിട്ട് സംസർഗം വേണം. അങ്ങനെ എവിടെയെങ്കിലും ഒരു ഈശ്വരനിന്ദ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിലോ പറഞ്ഞ ആളുടെ നാവ് അരിഞ്ഞു കളയണം, അല്ലെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് ഓടണം എന്നാണ് അതിൻ്റെ പറയാം. അപ്പം അതുപോലെയാണ്, അത്രയും അപകടമാണ് ഈ ദുർജന സംസർഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാമനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് കേട്ടിരുന്നു എന്നുള്ള തെറ്റാണ് കൈകേയി ചെയ്തത്. അത് ആ കേട്ട് മനസ്സിലേക്ക് കുറേ കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും ഒരു ചാഞ്ചല്യം വരും. അങ്ങനെതാ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു ചാഞ്ചല്യം വരികയാണ്. എന്നിട്ട് ഇതാ പറയണു ആ 2 വരങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മപ്പെടുത്തിയിട്ട് ആ 2 വരങ്ങൾ ചോദിച്ചിട്ട് രാമനെ വനവാസത്തിന് അയച്ചിട്ട് ഭരതനെ രാജാവാക്കണം എന്നുള്ളതൊക്കെ ഉപദേശിച്ചു കൊടുക്കണം. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവേശിച്ചു കോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരുകാർ കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ദരാജൊന്നതുപോലെ അതിനൊരന്തരം കൂടാതെ ചെന്നു കൈകേയും പത്യാമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയെ മേവിനാൾ. കൈകേയി മന്ദരയോട് ചെന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവീനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനോ ഭൂപതിദാനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ 100 ദേശങ്ങൾ അതീനില്ല സംശയം.
ഏതൂ മദീനൊരു ഇളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു. പോയിടിനാൽ മന്ദര പിന്നെ യൗവണ്ണാമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജാദേശികവാക്യസ്ഥിതനായി സുശീലനായ ആശയാശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്കിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിങ്കൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജനാസംഗ സംസാരമ ഏറ്റാമകലവേ വർദ്ധിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരൽ പങ്കജാനേത്രനഭൃദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപുരാമകം ബുക്കിരുന്നേടിനാൻ. ജാനകീ ജീവനസ്മരണം. ഇന്ന് ഇവിടെ സമർപ്പിക്കാം, കാരണം ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ പിന്നെയും ഇതാണ്. അപ്പം ഇന്ന് അന്തപുരത്തിൽ ഇരുന്നു എന്നുള്ള ഭാഗം വരെ എത്തിയിട്ട് നമുക്കിത് അവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വായിക്കാനായിട്ട് സാധിക്കട്ടെ. 10 മണിയായിണ്ടാവും ഇപ്പോൾ അല്ലേ? അപ്പം ഇനി വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തില്ല. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് വായിക്കേണ്ടതാണ്. അപ്പം നാളെ ചിലപ്പോൾ കുറച്ച് അധികം വായിക്കേണ്ടി വരും നാളത്തെ ദിവസം. അപ്പോൾ അത് ധാരാളം വായിക്കാനുണ്ട് നാളത്തത് കൊണ്ട് വായിച്ച് ആ ശ്രീരാമ തത്വം ഒക്കെ വായിച്ച് നിർത്തേണ്ടി വരും. അപ്പം നോക്കാം, നമുക്ക് ഭഗവാൻ നിശ്ചയിക്കണ പോലെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോന്നും ഓരോ അക്ഷരപ്പൂക്കളും നമ്മളുടെ ഉള്ളിൽ ജ്ഞാനപ്രകാശമായിട്ട് തീരട്ടെ. അതിനെയെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. അറിയാണ്ടോ അറിഞ്ഞും അറിയാണ്ടുള്ള നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾ പല വഴിക്കും പോയിട്ടുണ്ടാവും, മനസ്സ് പല വഴിക്കും പോയിട്ടുണ്ടാവും. അതൊക്കെ ഭഗവാനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. ഭഗവാനെ ആ സത്സംഗത്തിലിരിക്കുന്ന സമയത്ത് അവിടുത്തെ പാതാരവിന്ദത്തിൽ ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാളെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ ഈശ്വരനോടടുത്ത് കൂടുതൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അറിവിൻ്റെ പ്രകാശം പകർന്നുകൊണ്ട് പരമമായ പ്രേമം നിറച്ചുകൊണ്ട് നാമം ജപിക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ആ മനസ്സിൽ നാവിനൂരതി നാമത്തിലാകണം അല്ലേ? ആ നാവ് എപ്പോഴും നാമം ജപിക്കാൻ കൊതിക്കട്ടെ. ദേഹബോധമുദിക്കുന്ന നേരത്തും സ്നേഹപാശം മുറുകുന്ന നേരത്തും ഏകബന്ധുവാമുണ്ണി ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി എൻ്റെ ചിത്തം കവരണം. ഇദ്ദേഹം ഞാനാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയിട്ട് ഞാൻ എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴൊക്കെ ഭഗവാനെ അവിടുത്തെ അങ്ങ് എൻ്റെ ഹൃദയത്തിലിരുന്നൊന്ന് ചിരിക്കണേ ഇവിടെ. അപ്പോൾ നമുക്ക് ഭഗവാനെ ഓർമ്മ വരും, നാമം ജപിക്കാനായിട്ട് തോന്നണം. ആ സ്നേഹപാശങ്ങൾ ഇപ്പോൾ ഇവിടെ അതാ ഉണ്ടായത് അല്ലേ? ആ മകനോടുള്ള ആ പുത്രനോടുള്ള ആ പാശം കൊണ്ടാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത്. അപ്പം അങ്ങനെയുള്ള ആ സ്നേഹപാശം മുറുകണ നേരത്തും ഭഗവാനെ അവിടെ നിന്ന് കൂടെ നിന്നൊന്ന് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അതിൽ നിന്നെല്ലാം അങ്ങയിലേക്ക് ഞങ്ങളെ തിരിച്ചിട്ട് നാമം ജപിക്കാനായിട്ട് നാവിനൂരതി നാമത്തിലാകണം നാമി എന്നോടെ മാനസേ വാഴണം. ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മനസ്സാണല്ലോ ഓടി നടക്കണം. ആ മനസ്സിൽ ഭഗവാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ വേറെ ഒന്നും വന്നാൽ ഭഗവാന്റെ കൂടെ ഇരിക്കില്ലല്ലോ. അപ്പം മനസ്സിൽ ഭഗവാൻ ഇരിക്കൂ. നാമം ജപിക്കാനായിട്ട് അനുവദിക്കണേ. അവിടുത്തെ ആ കണ്ണൻ്റെ പുണ്യനാമാമൃതങ്ങളൻ കർണങ്ങൾക്കു വിശപ്പു മാറ്റിയിടണം. എത്ര കേട്ടാലും മതി വരാത്ത ഈ കാതിൻ്റെ വിശപ്പ് മാറണില്ല. ജഠരാഗ്നിയിൽ എത്രയും ഭക്ഷണം കഴിച്ചാലും മതിയാവാത്തൊരസുഖം എന്ന് പറയണ പോലെ കാതിനെ എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മതിയാവണില്ല. അപ്പോൾ കേട്ടാലും മതി വരാതെ എത്ര കേട്ടാലും പിന്നെയും ബാക്കി നിൽക്കുന്ന
അനന്തമായിട്ടുള്ള ധാരാളം കൃഷ്ണകഥകൾ, കൃഷ്ണനാമങ്ങൾ, അതല്ലാണ്ട് അതൊക്കെ ആ കാതിൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. നാസയെപ്പോഴും അർച്ചന പുഷ്പങ്ങൾ വാസനിക്കുവാൻ മാത്രമായിടണം. നമ്മുടെ ആ നമ്മൾ നാസിക കൊണ്ട് നമ്മുടെ ഗന്ധമറിയുക, അല്ലെ, മൂക്ക് കൊണ്ടാണല്ലോ. വാസനാ പുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അർച്ചിക്കുന്ന പുഷ്പങ്ങൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ സദ്വാസനകൾ നിറഞ്ഞവരുടെ, അതായത് സത്തുക്കളുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ ഉള്ളിലുള്ള ആ ഭക്തിഭാവത്തോട് കൂടിയിട്ട് അവരിൽ നിന്ന് സത്സംഗത്തിനെ അനുഭവിക്കുക എന്നുള്ളതും കൂടി ഒരു അർത്ഥമുണ്ട്. വാസനാപുഷ്പങ്ങൾ, അല്ലെ, ദുർഗന്ധം അനുഭവിക്കുന്ന ദുർജനങ്ങളുടെ കൂടെ ഇരിക്കാണ്ട് സജ്ജനങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ആ സത്തുക്കൾ, ആ സത്തായിട്ടുള്ളതിനെ അനുഭവിക്കാനായിട്ട് സാധിക്കണേ എന്നെല്ലാം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് നാമജപത്തോടുകൂടി കുറച്ച് നാമം ജപിച്ച് നമുക്കിവിടെ സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം, ഗോവിന്ദ ഗോവിന്ദ. കൈതൊഴാം പരമേശ നീരാസമണ്ഡലവാസിനി, രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ, ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ, തൊഴാം സാവിത്രി ശങ്കരി, ഗംഗപദ്മാവതി രൂപേ, ഷഷ്ടി മംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ, തൊഴാം ലക്ഷ്മി സ്വരൂപിണി, തൊഴാം ദുർഗേ ഭഗവതി, കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി, ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ, ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം, ബിഭ്രദ്വാസക്കനകകൈശം വൈജയന്തിഞ്ചമാല. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ, വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴും. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ, തിരേണമേ കൃഷ്ണമദീയ ജന്മം. മുല്ലാർലിത്തേവരേ ശരണം രാധേശ്വരം.